ബഹുമാനപ്പെട്ട ബാവഹാജി GT ഒമാൻ്റെ ജനറൽ സെക്രട്ടറിയാണ്. ഇതാണ് നമ്മളെ പാപ്പുഹാജി പ്രസിഡന്റ്, ബാവാക്ക ജനറൽ സെക്രട്ടറി. ഇതാണ് ബഹുമാനപ്പെട്ട സലാം സാറ് GT ഒമാൻ്റെ മാനേജറാണ്. ബക്കറാഖാനെ പഠിപ്പിച്ചതാ? എന്നെ പഠിപ്പിച്ചതല്ല, GT ഒമാൻ്റെ മാനേജറാണ്. അദ്ദേഹം ഒരു മാഷാണ് അല്ലേ? ബക്കറാഖാനെ പഠിച്ച മാഷ്മാരൊക്കെ ഇവിടെ ഉണ്ടോ? ഇപ്പോൾ ഇപ്പം ആരുമില്ല. ഇതാരാ ബക്കറാക്ക? ഇതാണ് GT ഒമാൻ്റെ പ്രസിഡന്റാണ് ബഹുമാനപ്പെട്ട പാപ്പുഹാജി. ഇത് പബ്ലിക് റിലേഷൻസ് ഓഫീസറാണ്. പേരെന്ന് പറഞ്ഞു കൊടുക്കുക PRO മൊയ്തീൻ. ഞങ്ങൾ പോവുക കേട്ടോ, പോവുകയാണേ, പോവുക. ഇൻഷാല്ലാ കാണാൻ നമുക്ക്. ഹായ്, എന്താണ് പേരെന്താ? അതിന്റെ പേര് പറ. കാണലുണ്ടോ? രസല്ലേ ചാനലൊക്കെ? ഇനിയും കാണണോ? ഇനിയും കാണണം. ഇജ്ജ് കാണലില്ലേ? ഇജോ എന്നാ ശരി കേട്ടോ. നല്ല തിരക്കേക്കാറില്ലേ ഇപ്പൊ? നിങ്ങൾ എവിടെ പോണപ്പോ? പാട്ടായാലോ തന്നെ. രാവിലെ മുതൽ എപ്പോ തുടങ്ങിക്കണേ? 7 മണിക്കോ? എന്നാ ശരി എന്നാ സാറേ. കാണലെന്നല്ല, ഞാനിങ്ങനെ പോയൊരു സംശയം. ഞാൻ കണ്ടു താടിക്കാരനിട്ട് ഞങ്ങൾ സ്ഥിരം കാണുന്നത് കാണാം. ഹലോ പ്രിയമുള്ളവരെ, എല്ലാവർക്കും അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. അൽഹംദുലില്ലാ, ഞങ്ങൾ ഇന്നുള്ളത് GTMOയിലാണ്. അതായത് ഗൂഡല്ലൂർ താലൂക്ക് മുസ്ലിം ഓർഫനേജ്. 1979 പാണക്കാട് സയ്യിദ് മുഹമ്മദ് അലി സിയാബ് തങ്ങൾ തുറന്നുവെച്ച സ്ഥാപനത്തിൽ ഒട്ടനവധി യത്തീം മക്കൾക്ക് അത്താണിയായ ഒരു സ്ഥാപനമാണ് കേട്ടോ ഇത്. ഇവിടെ ഇന്ന് അൽഹംദുലില്ലാ +2 വരെയുള്ള മദ്രസ ഉണ്ട്, +2 വരെയുള്ള മെട്രിക്കുലേഷൻ സ്കൂളുണ്ട്, തമിഴ് മീഡിയം സ്കൂളുകളുണ്ട്. ഒരുപാട് യത്തീം മക്കൾ ഇവിടെ പഠിക്കുന്നുണ്ട്. ഒരുപാട് യത്തീം മക്കളെ ഇവിടെ നിന്ന് വിവാഹം കഴിച്ച് അയച്ചിട്ടുണ്ട്. ഇന്ന് ഇവിടെ നടക്കുന്നത് പ്രാർത്ഥനാ സംഗമം എന്ന് പറഞ്ഞ ഒരു പ്രോഗ്രാമാണ്. അതായത് വർഷത്തിൽ ഒരു ദിവസം പ്രാർത്ഥനാ സംഗമം എന്നൊരു വേദി ഒരുക്കുകയും ഇവിടെ പാണക്കാട് സയ്യിദന്മാരും മറ്റു ഒട്ടനവധി തങ്ങന്മാരും പണ്ഡിതന്മാരും ഒക്കെ ഇന്ന് ഇവിടെ സമ്മേളിക്കും. അതിനുശേഷം ഇവിടെ വരുന്ന ആളുകൾ അവനവൻ്റെ കയ്യിലുള്ള ഒരു സംഭാവന ഈ സ്ഥാപനത്തിന് വേണ്ടി നൽകുകയും ആ പ്രാർത്ഥനാ സംഗമത്തിൽ പങ്കെടുക്കുകയും അതിനുശേഷം ഇവിടെ നിന്ന് ഭക്ഷണം കൊടുക്കട്ടോ. എല്ലാവരും ഭക്ഷണം വാങ്ങി അൽഹംദുലില്ലാ റാഹത്തായി അവനവൻ്റെ വീട്ടിലേക്ക് പോവുകയും ചെയ്യും. അതേപോലെ തന്നെ ഈ സ്ഥാപനത്തിന് വേണ്ടി സഹകരിച്ച എല്ലാവർക്കും വേണ്ടിയും തങ്ങന്മാരുടെയും യത്തീം മക്കളുടെയും അതേപോലെ പല പല പണ്ഡിതന്മാരുടെയും പ്രാർത്ഥനകളും ഇന്ന് ഇവിടെ നടക്കും. ഇന്ന് നിങ്ങൾ കൊടുക്കുന്ന പൈസ കൊണ്ട് അൽഹംദുലില്ലാ യത്തീം മക്കളെ കുട്ടികൾ കെട്ടിക്കല്, അവരുടെ മതപരമായ ഭൗതികപരമായ വിദ്യാഭ്യാസം, ഇങ്ങനെ പല ഒട്ടനവധി കാര്യങ്ങൾ ഇവിടെയുണ്ട് കേട്ടോ. അതേപോലെ ഈ സ്ഥാപനത്തിൻ്റെ കീഴിൽ ഇന്ന് +2 വരെയുള്ള മദ്രസയുണ്ട്, +2 വരെയുള്ള മെട്രിക്കുലേഷൻ സ്കൂളുണ്ട്, +2 വരെയുള്ള തമിഴ് മീഡിയം സ്കൂളുണ്ട്, അതേപോലെ ബോർഡിംഗ് ഉണ്ട്, പള്ളിയുണ്ട്, ഹോസ്പിറ്റലുകളുണ്ട്. അങ്ങനെ ഒട്ടനവധി സംരംഭങ്ങളുണ്ട്. ഇതിനു വേണ്ടി സഹകരിച്ച ഈ നാട്ടിലെ ജനങ്ങൾക്കും അതേപോലെ പ്രവാസികൾക്ക് വേണ്ടി എല്ലാം ഇന്ന് അൽഹംദുലില്ലാ ഇവിടെ പ്രാർത്ഥന നടക്കും. അതേപോലെ ഈ സ്ഥാപനത്തിന് വേണ്ടി ചുക്കാൻ പിടിച്ച ഒരുപാട് ആളുകൾ ഇന്ന് ഇവിടെയിൽ പലവരും മരണപ്പെട്ടിരിക്കുന്നു. അവർക്ക് വേണ്ടിയും ഈ സ്ഥാപനത്തിന് വേണ്ടി സഹായിച്ചവർക്ക് വേണ്ടിയും തങ്ങന്മാരുടെയും യത്തീം മക്കളുടെയും പ്രാർത്ഥന ലഭിക്കും എന്ന് പറഞ്ഞുകൊണ്ട് ഞങ്ങൾ അടുത്ത സെഷനിലേക്ക് നീങ്ങുകയാണ്. നിങ്ങൾ എല്ലാവരും ഈ സ്ഥാപനത്തിന് യത്തീം മക്കളെ സ്നേഹിക്കണമെന്ന് ഓർമ്മപ്പെടുത്തിക്കൊണ്ട് അടുത്ത സെഷനിലേക്ക് ഞങ്ങൾ നീങ്ങുകയാണ്. നേതൃത്വം നൽകുന്നതിന് വേണ്ടി കടന്നു വരികയാണ് മുഴുവൻ സഹോദരിമാരും. വളരെ അച്ചടക്കത്തോടു കൂടി നമ്മുടെ പ്രാർത്ഥന നടക്കുന്ന സ്റ്റേജിന്റെ ഭാഗത്ത് പോയിരിക്കണമെന്ന് അറിയിക്കുന്നു. ബഹുമാനനായ തങ്ങൾ ഈ ക്യാമ്പസിനെ ആത്മീയമായി നമുക്ക് നേതൃത്വം നൽകുന്നതിന് വേണ്ടി നീലഗിരി ജില്ലയിൽ ഏറ്റവും വലിയ പ്രാർത്ഥന മഹാസംഗമത്തിന്റെ ഔപചാരികമായ ഉദ്ഘാടനം നിർവഹിക്കുന്നതിന് വേണ്ടി ഇതാ ബഹുമാനപ്പെട്ട
അപ്പോൾ പ്രിയമുള്ളവരെ, പാണക്കാടിൻ്റെ പൂമത്ത് ബഷീർ അലി തങ്ങൾ GTMOൻ്റെ പ്രസിഡൻറ്റിനെ ആലിംഗനം ചെയ്യുന്നതാണ് നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. അടുത്തതായിക്കൊണ്ട് മുഹമ്മദ് അലി ബാക്കവി സദസ്സിനെ സ്വാഗതം ചെയ്യുന്നു. അടുത്തതായിക്കൊണ്ട് നിങ്ങൾ ഇപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത് GTMOയുടെ ജനറൽ സെക്രട്ടറി ബാവ ഹാജിയുടെ പ്രഭാഷണമാണ് നിങ്ങൾ കേൾക്കുന്നത്. അടുത്തതായിക്കൊണ്ട് പ്രസിഡന്റ് ജനാബ് ബാപ്പു ഹാജി അധ്യക്ഷ പ്രസംഗം നടത്തുന്നു. അടുത്തതായിക്കൊണ്ട് ഒരുപാട് കാലം GTMOയുടെ പ്രസിഡൻ്റായിരുന്ന ബഹുമാനപ്പെട്ട KP ഹാജി നമ്മിൽ നിന്നും വിട പറഞ്ഞു. അദ്ദേഹത്തിൻ്റെ പേരിൽ ഒരു പാട്ട് ഒരു യത്തീം കുട്ടി പാടുന്നതാണ് നിങ്ങൾ കേൾക്കുന്നത്. കണ്ണുനീരും വാർന്നുതീരാനൊമ്പരം കണ്ണകന്നോ നേതൃനിലപാടിൻ സ്വരം വന്യനേത KP ഹാജി യാത്രയായി വാർത്ത കേട്ടു വിതുമ്പലിൽ വിറകൊണ്ടതാ കണ്ണുനീരും വാർന്നുതീരാനൊമ്പരം കണ്ണകന്നു നേതൃനിലപാടിൻ സ്വരം വന്യനേത KP ഹാജി യാത്രയായി വാർത്ത കേട്ടു വിതുമ്പലിൽ വിറകൊണ്ടതാ ആഴമേറും നോവുമായൊരു യാത്രയാ ആകുകില്ലിനിയും നീറിത്തീർന്നിടാൻ റാഹിമേ നീ കരുണയോടെ ചേർക്കണേ രാപ്പകൽ നിറസേവനങ്ങൾ കാണണേ കണ്ണുനീരിൽ വാർന്നുതീരാൻ നൊമ്പരം കണ്ണകന്നു നേതൃനിലപാടിൻ സ്വരം വന്യനേത KP ഹാജി യാത്രയായി ഉന്നയിക്കുന്നതിന് വേണ്ടി പാണക്കാട് കുടപ്പള്ളത്തറ വാർഡിലെ പൂതിരാവ് സയ്യിദ് ഷഹിർ അലി ശിഹാബ് തങ്ങൾ ഈ നഗരിയിൽ ഉദ്ഘാടന ഭാഷണം നിർവഹിക്കുന്നു. അധ്യക്ഷന് വേണ്ടി സാദരം ക്ഷണിക്കുന്നു. ബിസ്മില്ലാഹിർ-റഹ്മാനിർ-റഹീം. ഇന്നാ ഫതഹ്നാ ലക ഫതഹൻ മുബീന എന്ന പരിശുദ്ധമായ ഖുർആൻ തിരുവാക്യത്തിൽ ഈ മഹത്തായ സംഭവം ഉദ്ഘാടനം ചെയ്തതായി അറിയിക്കുന്നു. അല്ലാഹു തആല കബൂൽ ചെയ്യട്ടെ, അല്ലാഹു തആല സ്വീകരിക്കട്ടെ. നമുക്ക് എല്ലാവർക്കും ഇൻഷാ അല്ലാഹ് ഫാത്തിഹ ഓതി ദുആ ചെയ്യാം. അല്ലാഹു സുബ്ഹാനഹു വ തആല ഈ വിദൂരമാക്കരുതേ അല്ലാഹ്. ഞങ്ങൾക്ക് പുറത്തു നിന്നുകൊണ്ട് നിന്റെ മഹദ കൊണ്ട് ഞങ്ങൾക്ക് ഈ ജാബത്ത് നൽകണം അല്ലാഹ്, ഈ ജാബത്ത് നൽകണം അല്ലാഹ്. ഞങ്ങൾ ഒരിക്കലും നിന്നോട് ചോദിക്കാൻ അർഹരല്ല എന്ന് ഞങ്ങൾക്ക് നന്നായി അറിയാം അല്ലാഹ്. എങ്കിലും സാധുക്കളായ അടിമകളായ ഞങ്ങൾക്ക് യജമാനായ എന്നോടില്ലാതെ ചോദിക്കാനില്ലല്ലോ അല്ലാഹ്. ഞങ്ങൾക്ക് ഈ ജാബത്ത് നൽകണം അല്ലാഹ്. ഞങ്ങളെല്ലാ പ്രശ്നങ്ങൾക്കും പരിഹാരം നൽകണം അല്ലാഹ്. അല്ലാഹുവേ, കുടുംബപരമായ പ്രശ്നങ്ങൾ പ്രയാസപ്പെടുന്നവരോട് സമാധാനം നൽകണം അല്ലാഹ്, ഐക്യം നൽകണം അല്ലാഹ്. സാമ്പത്തിക പ്രയാസങ്ങൾ അനുഭവിക്കുന്നവരോട് അല്ലാഹുവേ സമാധാനം നൽകണം അല്ലാഹ്. അവരുടെ കടങ്ങളെ വിട്ട് റാഹത്ത് നൽകണേ അല്ലാഹ്. സാമ്പത്തിക ഭദ്രത നൽകണം അല്ലാഹ്, റാഹത്ത് നൽകണം അല്ലാഹ്. അവരെല്ലാം പ്രയാസപ്പെടുന്നവരോട് സ്ഥിരമാക്കുകയും അവരോടൊപ്പം സ്വർഗീയ രാജ്യത്ത് ഉല്ലസിച്ച് കഴിയാൻ ഞങ്ങൾക്കും ഞങ്ങളുടെ ഉമ്മമാർക്കും നീ ഭാഗ്യം നൽകണേ നാഥാ. അല്ലാഹുവേ, ജീവിച്ചിരിക്കുന്ന ഞങ്ങളുടെ ഉമ്മമാർക്ക് ആരോഗ്യമുള്ള ദീർഘായുസ്സും ഐശ്വര്യമുള്ള ജീവിതം പ്രദാനം ചെയ്യണേ നാഥാ. യാ അല്ലാഹ്, അപകടങ്ങളിൽ നിന്നും മരണങ്ങളിൽ നിന്നും ഞങ്ങളെയും ഞങ്ങളോട് ബന്ധപ്പെട്ടവരെയും നീ കാക്കുകയും ഞങ്ങളുടെ ഇസ്സത്തിനെ മരണം വരെ നീ നിലനിർത്തുകയും റൂഹ് പിരിയുന്നതുവരെ നീ നിലനിർത്തുകയും മരണം ഹൈറാകുന്ന സമയം ഈമാൻ സലാമത്തായി മരിക്കാനും നാളെ മഹ്ശറിൽ ഒരുമിച്ച് കൂട്ടുന്ന സമയം ഹിസാബ് എളുപ്പമായി സ്വർഗ്ഗപ്രവേശനം ലഭിക്കാനും മുത്തുനബിയുടെ
വാങ്ങി കുടിക്കാനും നീ ഞങ്ങൾക്ക് ഭാഗ്യം നൽകണേ നാഥാ. ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار. ربنا അങ്ങനെ തങ്ങളുടെ ഉദ്ഘാടനവും പ്രാർത്ഥനയും എല്ലാം കഴിഞ്ഞ് തങ്ങൾ പോവുകയാണ്. അൽഹംദുലില്ലാ പാണക്കാട് പൂമത്തിൻ്റെ കൈയൊന്ന് മുത്താൻ കഴിഞ്ഞതിൽ അൽഹംദുലില്ലാ ഒരുപാട് സന്തോഷമുണ്ട്. തങ്ങളെ യാത്ര അയക്കുന്നതിൽ GTMO കമ്മിറ്റി ഭാരവാഹികൾ നാസർ, മടക്കൽ ബാബു, അതേപോലെ പേര് വ്യക്തമായി അറിയില്ല, ഒട്ടനവധി പ്രമുഖരും തങ്ങളുടെ കൂടെയുണ്ട്. അതേപോലെ ബക്കറും പിള്ളേരും എന്ന ചാനലിൻ്റെ ഞാനും എൻ്റെ പ്രിയപ്പെട്ട കൂട്ടുകാരായ ഇസ്മയിലും താടിക്കാരൻ ബാബയും ഞങ്ങളെല്ലാവരും കൂടിയിട്ടാണ് കേട്ടോ തങ്ങളെ യാത്ര അയക്കുന്നത്. നമ്മൾ എവിടെയാണ് നിൽക്കുന്ന അറിയോ? ഭക്ഷണം ഉണ്ടാക്കുന്ന സ്ഥലത്താണ് കേട്ടോ. ഒരുപാട് ചെമ്പ് കാര്യങ്ങളൊക്കെ ഉണ്ട്. ഒരുപാട് ഭക്ഷണം ഇവിടെ കാണുന്നുണ്ട്. എത്ര കിലോനാണ് ഇവിടെ വെക്കുന്നത് നമുക്ക് കറക്റ്റ് അറിയില്ല. ഇതിനെക്കുറിച്ച് അറിയുന്ന ആളുകൾ ഇവിടെ ഉണ്ട്. അവരടുത്ത് നമുക്ക് ചോദിച്ചു നോക്കാം. അപ്പോൾ ഇങ്ങോട്ട് രണ്ടാളുമാണല്ലോ ഇപ്പോൾ ഇവിടെ മെയിൻ ഭണ്ഡാരികളെ. എത്ര കിലോ വെച്ചു? 1800 കിലോ 1800 കിലോ അരി വെച്ചിട്ടുണ്ട്. പച്ചക്കറികളോ? പച്ചക്കറി വന്നിട്ട് ഇപ്പോൾ 1200 കിലോ പച്ചക്കറികൾ ചെലവായിട്ടുണ്ട്. അപ്പൊ 7000 കിലോ വെച്ചു. 7000 കിലോ. ഇനി എത്ര കിലോ വെക്കും? ഇനി 3000 കിലോ വെക്കാൻ. 3000 കിലോ വെക്കും. എത്ര ചെമ്പുകളാണ് എത്തിയിട്ടുള്ളത്? 110 ചെമ്പുണ്ട്. മാഷാ അല്ലാഹ്. ഈ 110 ചെമ്പുകൾ നിങ്ങൾ എവിടുന്നാണ് സംഘടിപ്പിച്ചത്? മഞ്ചേരിയിൽ. ഇത് എപ്പോഴാണ് വെക്കാൻ തുടങ്ങിയത്? രാത്രി 10 മണിക്ക്. 10 മണിക്ക്. ഇന്ന് വൈകുന്നേരം 5 മണി വരെ. വൈകുന്നേരം 5 മണി. അപ്പൊ ഇത് ഈ പ്രാർത്ഥന സംഗമത്തിൽ പങ്കെടുക്കാൻ വരുന്നവർക്ക് കൊടുക്കാനുള്ള ഭക്ഷണമല്ലേ ഇത്? അപ്പൊ ഇത് ഹിന്ദുക്കളും മുസ്ലിങ്ങളും ക്രിസ്ത്യാനികളും എല്ലാ മതസ്ഥരും പങ്കെടുക്കുന്നു അല്ലേ? അൽഹംദുലില്ലാ റാഹത്താണ്. അപ്പോൾ പ്രിയമുള്ളവരെ, ഭക്ഷണത്തെക്കുറിച്ച് അവർ പറഞ്ഞത് നിങ്ങൾ കേട്ടല്ലോ. ഞങ്ങൾ അവരോട് കാര്യങ്ങളൊക്കെ ചോദിച്ച് മനസ്സിലാക്കിയപ്പോൾ അവർ ഞങ്ങളോട് പറഞ്ഞത് 110 ചെമ്പ് മഞ്ചേരിയിൽ നിന്ന് കൊണ്ടുവന്നു. ഇന്നലെ രാത്രി 10 മണിക്കാണ് ഇവർ ഭക്ഷണം പാകം ചെയ്യാൻ തുടങ്ങിയത്. ഏകദേശം 30ഓളം ആളുകളാണ് ഭക്ഷണം പാകം ചെയ്യുന്നത്. 5800 കിലോ അരി, അതിലേക്ക് 1200 കിലോ പച്ചക്കറിയും അങ്ങനെ 7000 കിലോ നല്ല അടിപൊളി വെജിറ്റബിൾ ബിരിയാണി പാകം ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇനിയും 3000 കിലോ വെക്കണം എന്നാണ് പറഞ്ഞിട്ടുള്ളത്. അത് ഓരോരുത്തർക്കും ഭക്ഷണം അവരെ വീട്ടിലേക്ക് കൊണ്ടുപോകാനും അവർക്ക് കഴിക്കാനൊക്കെ പാക്കറ്റാക്കി വെച്ചിട്ടുള്ള പാക്കറ്റുകളാണ് നിങ്ങളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ പ്രിയമുള്ളവരെ, നിങ്ങളിപ്പോൾ കാണുന്നത് പ്രാർത്ഥനാ സംഗമത്തിലെല്ലാം പങ്കെടുത്ത് ഭക്ഷണം വാങ്ങി വീട്ടിലേക്ക് പോകുന്നതാണ് നിങ്ങൾ കാണുന്നത്. ഈ പ്രാർത്ഥന ഏകദേശം വൈകുന്നേരം 5 മണി വരെ ഈ പ്രാർത്ഥനകൾ നടന്നുകൊണ്ടേയിരിക്കും കേട്ടോ. അപ്പോൾ ഞങ്ങളും 2 പൊതിയൊക്കെ വാങ്ങി ഞങ്ങളും പോവുകയാണ്. അങ്ങനെ ഞങ്ങൾ പൊതിയുമായി പുറത്തു വന്നപ്പോഴാണ് ഒരു ബോർഡ് ഞങ്ങൾ ശ്രദ്ധയിൽപ്പെടുന്നത്. സ്ത്രീകളുടെ ഭാഗത്തേക്ക് പുരുഷന്മാർക്ക് ഒരിക്കലും പ്രവേശനമില്ല എന്ന്. ഞങ്ങൾ വീണ്ടും മുന്നോട്ട് നീങ്ങിയപ്പോൾ കൗണ്ടറുകൾ കണ്ടു. ഓരോ ഏരിയയിൽ നിന്നും വരുന്നവർ അവരുടെ സംഭാവന എന്തോ ആവട്ടെ അത് വാങ്ങുന്ന കൗണ്ടറാണ് കാണുന്നത്. അവിടെ കമ്മിറ്റി ഭാരവാഹികൾ നിരനിരയായി ഇരിക്കുന്നതാണ് നിങ്ങളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. അവിടെ നിന്ന് ഞങ്ങൾ പുറത്തേക്ക് നോക്കുമ്പോഴാണ് ഒരു കൂട്ടം ആളുകളെ കാണുന്നത്. ആ കൂട്ടത്തിലേക്ക് ഞങ്ങളും ചെന്നു. നോക്കുന്ന സമയത്ത് GTMOൻ്റെ കമൗണ്ടിൽ തന്നെ ഫ്രീ ആയിട്ട് ലൈം ജ്യൂസ്, അതേപോലെ തന്നെ മോരും വെള്ളം, വത്തക്ക വെള്ളം എല്ലാം കൊടുക്കുന്നുണ്ട് കേട്ടോ. ഫ്രീ ആയിട്ടാണ് കൊടുക്കുന്നത്. ഞങ്ങളും ഓരോ ഗ്ലാസ് വാങ്ങി കുടിച്ചു. അൽഹംദുലില്ലാ, അള്ളാഹുവിനെ സ്തുതിച്ചു. അങ്ങനെ വെള്ളം കുടിച്ച് GTMO കമൗണ്ടിൽ നിന്നും ഞങ്ങൾ റോട്ടിലേക്ക് ഇറങ്ങിയപ്പോൾ നീണ്ട ഒരു ക്യൂ ആണ് ഞങ്ങൾക്ക് കാണാൻ കഴിഞ്ഞത്. കണ്ടമാനം വാഹനങ്ങളും ആളുകളും ഒക്കെ ഈ റോഡാകെ ബ്ലോക്കായി കിടക്കുന്നു. തമിഴ്നാട്ടിൽ നിന്ന് മാത്രമല്ല കേട്ടോ, കേരളത്തിൻ്റെ പല ജില്ലകളിൽ നിന്നും, അതേപോലെ തമിഴ്നാട്ടിൻ്റെ പല ഭാഗങ്ങളിൽ നിന്നും, കർണാടകയിൽ നിന്നൊക്കെ ഈ ദിവസം ഈ പ്രാർത്ഥനാ സംഗമത്തിൽ പങ്കെടുക്കാൻ ഒട്ടനവധി ആളുകൾ ഇവിടെ എത്താറുണ്ട്. ഏതായാലും ആ തിരക്കിൻ്റെ ഇടയിലൂടെ ഞങ്ങൾ നോക്കുമ്പോഴാണ് വെല്ലമുട്ടായി കാണുന്നത്. വീട്ടിൽ ചെല്ലുമ്പോൾ കുട്ടികൾക്ക് എന്തെങ്കിലും കൊണ്ടുപോകണ്ടേ. അപ്പോൾ യത്തീംഖാനയിൽ നിന്ന് കിട്ടിയ 2 പൊതി ചോറും വേറെ
പോയി കുറച്ച് വെല്ലമിഠായും വാങ്ങിച്ച് ഞങ്ങൾ ഒന്ന് ആത്മാർത്ഥമായി റബ്ബിനോട് ദുആ ചെയ്തു. പടച്ച റബ്ബേ, യത്തീമക്കളെ സ്നേഹിക്കുന്ന കൂട്ടത്തിൽ ഞങ്ങളെയും നീ പെടുത്തണേ. അടുത്ത വർഷവും ഈ പ്രോഗ്രാമിൽ പങ്കെടുക്കാനും ഈ ദുആ സംഗമത്തിൽ പങ്കെടുക്കാനും ഞങ്ങൾക്ക് തൗഫീക്ക് നൽകണേ എന്ന് ദുആ ചെയ്തുകൊണ്ട് ഞങ്ങളുടെ നാട്ടിലേക്ക് മടങ്ങുകയാണ്. പ്രിയപ്പെട്ടവരെ, നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാൽ നിങ്ങൾ ലൈക്ക് ചെയ്യുക. നമ്മളെല്ലാവരെയും യത്തീമക്കളെ സ്നേഹിക്കുന്ന കൂട്ടത്തിൽ അള്ളാഹു ഉൾപ്പെടുത്തട്ടെ എന്ന് ആത്മാർത്ഥമായി ദുആ ചെയ്തുകൊണ്ട് ബക്കറും പിള്ളേരും എന്ന ഈ ചാനൽ നിങ്ങൾക്ക് മുമ്പിൽ ഈ വീഡിയോ സമർപ്പിക്കുന്നു.